പക്ഷെ ഇവിടെ കുറച്ച് കോൺഗ്രസ്സുകാരുണ്ട്. അവരെ ഇവിടുന്ന് പറഞ്ഞു വിടാണ്ട് ഒന്നിക്ക് ആകാശത്തേക്കോ റോക്കറ്റിലേക്കോ അല്ലെങ്കിൽ തിരിച്ചു വരാത്ത വിധം കയറ്റി വിട്ടാൽ ഇവിടെ കോൺഗ്രസ് ജയിക്കും. സുരേഷ് ഗോപി നന്നായിട്ട് മുന്നിലേക്ക് വന്നിട്ടുണ്ട്. കാരണം ഞാനിപ്പോൾ ഇന്നലെ ഇരിഞ്ഞാലക്കുടയായിരുന്നു, തൃശ്ശൂർ മണ്ഡലത്തിൻ്റെ. അവിടെയൊക്കെ വളരെയധികം സ്ത്രീകളുടെ ഒരു സാന്നിധ്യം എനിക്ക് കാണാൻ പറ്റുന്നുണ്ട്. സ്ത്രീകളാണ് കൂടുതലെന്ന് എനിക്ക് തോന്നിയത് സത്യം പറഞ്ഞാൽ. പിന്നെ അവർക്കൊരു ആവേശവും ഈ ഇലക്ഷനിൽ കാണാനുണ്ട്. ഒരു ഇലക്ഷനിലും ഇല്ലാത്തൊരു ആവേശം കാണാനുണ്ട്. അതൊരു നല്ല ലക്ഷണമായിട്ടാണ് എനിക്ക് തോന്നിയത്. നമസ്കാരം. കേരളത്തിൽ കോൺഗ്രസ് ജയിക്കണം എന്നുണ്ടെങ്കിൽ ചതിയന്മാരായ കോൺഗ്രസ് നേതാക്കളെ എല്ലാവരെയും ശൂന്യാകാശത്തേക്കോ അന്യഗ്രഹത്തിലേക്കോ കയറ്റി അയക്കേണ്ടതാണ്. അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ കേരളത്തിൽ കോൺഗ്രസ് രക്ഷപ്പെട്ടേക്കാം എന്നാണ്. ഇതെന്റെ വാക്കുകളല്ല. അടുത്ത കാലത്ത് മാതൃസംഘടനയായ കോൺഗ്രസിൽ നിന്നും BJP-യിലേക്ക് ചേക്കേറിയ പത്മജ വേണുഗോപാലിന്റെ വാക്കുകളാണ്. EK നായനാർക്ക് ശേഷം ദീർഘകാലം കേരളം ഭരിച്ച കേരളത്തിന്റെ ലീഡർ എന്ന് അറിയപ്പെടുന്ന ദിവംഗതനായ K കരുണാകരൻ മകൾ പത്മജ വേണുഗോപാലിന്റെ വാക്കുകളാണ്. പത്മജ വേണുഗോപാൽ തൃശ്ശൂരിലും ഇരിങ്ങാലക്കുടയിലും BJP സ്ഥാനാർത്ഥിയുടെ പ്രചരണ പരിപാടികൾക്ക് വേണ്ടി എത്തിയപ്പോൾ മാധ്യമങ്ങളെ കണ്ടപ്പോൾ വ്യക്തമാക്കിയതാണ് ഇത്തരം അഭിപ്രായങ്ങൾ. തന്റെ സഹോദരനായ K മുരളീധരൻ തൃശ്ശൂരിൽ UDF സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നു, കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നു. എന്നാൽ തൃശ്ശൂരിൽ BJP സ്ഥാനാർത്ഥിയായ സുരേഷ് ഗോപി തന്നെ ജയിക്കും എന്നതിൽ യാതൊരു സംശയവുമില്ല എന്ന് പത്മജ വേണുഗോപാൽ അടിവരയിട്ടുകൊണ്ട് പറയുന്നു. K മുരളീധരനെ ആർക്കും പറ്റിക്കാൻ സാധിക്കുന്ന ഒരു മനുഷ്യനാണ് അദ്ദേഹം. ശുദ്ധഗതിക്കാരനായ ഒരാളായതുകൊണ്ട് കോൺഗ്രസ്സുകാർ എന്നെയും എൻ്റെ അച്ഛനെയും പറ്റിച്ചതുപോലെ മുരളിയേട്ടനെയും പറ്റിക്കും എന്ന് തന്നെയാണ് പത്മജ വേണുഗോപാൽ പറയുന്നത്. തൻ്റെ സഹോദരനായ K മുരളീധരനെ ഇപ്പോൾ കൂടെ നടക്കുന്ന കോൺഗ്രസ്സുകാർ പറ്റിക്കും എന്ന് തന്നെയാണ് പത്മജ വേണുഗോപാൽ അസന്നിഗ്ധമായി പറയുന്നത്. തൃശ്ശൂരിൻ്റെ ഗതിവിഗതികളെ, രാഷ്ട്രീയ മാറ്റങ്ങളെക്കുറിച്ച് പഠിക്കുന്നതിൽ തൻ്റെ സഹോദരൻ തെറ്റിയിരിക്കുന്നു, സഹോദരന് മണ്ടത്തരം പറ്റിയിരിക്കുന്നു എന്ന് തന്നെയാണ് പത്മജ വേണുഗോപാൽ തുറന്നടിച്ചത്. 900 ശിഷ്ടം വോട്ടിൻ്റെ കുറവിനാണ് തന്നെ ഇവർ കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ തോൽപ്പിച്ചത്. അതായത് അച്ഛൻ്റെ കൂടെ നിന്നു എന്ന് പറയുന്ന കോൺഗ്രസ്സുകാർ അച്ഛനെ തോൽപ്പിച്ചു, പിന്നീട് എന്നെ തോൽപ്പിച്ചു, മുരളിയേട്ടനെ തോൽപ്പിച്ചു. ഇത് പറയുമ്പോൾ പത്മജ വേണുഗോപാൽ കോൺഗ്രസ് എന്ന സംഘടനയോടുള്ള വിരോധമല്ല പറയുന്നത്. കോൺഗ്രസിൽ ചില നേതാക്കൾ ഇപ്പോഴും ഇത്തരത്തിൽ തന്നെ പ്രവർത്തിക്കുന്നുണ്ട്. അവർ ചതിയന്മാർ എന്ന് തന്നെയാണ് പത്മജ വേണുഗോപാൽ വിശേഷിപ്പിച്ചത്. ഇത്തരം ചില ചതിയന്മാരാണ് ഇപ്പോൾ തൃശ്ശൂരിൽ K മുരളീധരന് വേണ്ടി പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ തീർത്തു പറയുന്നു, ഈ ചതിയന്മാർ എന്നോടും എൻ്റെ അച്ഛനോടും കാണിച്ച അതേ ചതി തന്നെ K മുരളീധരനോടും ചെയ്യും. അദ്ദേഹം തൃശ്ശൂരിൽ കൃത്യമായി തന്നെ തോക്കും എന്നാണ് പത്മജ വേണുഗോപാൽ അഭിപ്രായപ്പെടുന്നത്. താനുമായി സംസാരിക്കുന്ന അവസരങ്ങളിലെല്ലാം ഇപ്പോൾ തൻ്റെ ഏട്ടൻ താനുമായി സംസാരിക്കാറില്ല. എന്നാൽ താനുമായി സംസാരിക്കുന്ന അവസരങ്ങളിൽ, ബന്ധമുണ്ടായിരുന്ന അവസരങ്ങളിൽ ഏട്ടൻ പറഞ്ഞിട്ടുണ്ട്, അച്ഛനെയും നിന്നെയും ചതിച്ചവർ എന്നെയും ചതിക്കുമെന്ന് എനിക്ക് നന്നായി അറിയാം, അതുകൊണ്ട് ഞാൻ തൃശ്ശൂരിലേക്ക് ഇല്ല എന്നാണ് പലപ്പോഴും മുരളിയേട്ടൻ സംസാരിച്ചിരുന്നത് എന്നുകൂടി പത്മജ വേണുഗോപാൽ കൂട്ടിച്ചേർത്തു. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം വടകര ലോക്സഭാ മണ്ഡലത്തിൽ മത്സരിക്കുവാൻ വേണ്ടി തീരുമാനമെടുത്തത്. എന്നാൽ പത്മജ വേണുഗോപാൽ എന്ന താൻ, കരുണാകരന്റെ മകളായ താൻ BJP-യിലേക്ക് ചേക്കേറിയപ്പോൾ കരുണാകരന്റെ കുടുംബവുമായി അടുത്ത ബന്ധമുള്ള കോൺഗ്രസ് കുടുംബത്തിൽ നിന്നും സുരേഷ് ഗോപിക്ക്, അതായത് BJP സ്ഥാനാർത്ഥിക്ക് വോട്ടുകൾ പോകും എന്ന് ഭയപ്പെട്ടതുകൊണ്ടാണ് കോൺഗ്രസ് നേതൃത്വം വടകരയിൽ നിന്ന് K മുരളീധരനെ തൃശ്ശൂരിലേക്ക് മാറ്റി കൊണ്ടുവന്നത് എന്നാണ് പത്മജ വേണുഗോപാൽ പറഞ്ഞു വച്ചത്. അത് എന്തായാലും K മുരളീധരൻ എന്ന രാഷ്ട്രീയക്കാരന് നഷ്ടമേ ഉണ്ടാക്കൂ. കാരണം കൂടെ നിന്ന കോൺഗ്രസ്സുകാർ പലരും ചതിയന്മാരാണ്, കോൺഗ്രസ്സുകാർ എല്ലാവരും ചതിയന്മാരാണ് എന്ന് തനിക്ക് അഭിപ്രായമില്ല. പക്ഷേ കൂടുതൽ ആളുകളും അങ്ങനെ തന്നെയാണ് തൻ്റെ കൂടെ നിന്ന് തന്നോട് ചതി ചെയ്തിട്ടുള്ളത്. ആ ചതി തൻ്റെ അച്ഛനോടും ചെയ്തിട്ടുണ്ട്. ഈ ചതി മുരളീധരനോട് ഇവർ ചെയ്യും, മുരളീധരനെ അവർ തോൽപ്പിക്കും എന്ന് തന്നെയാണ് പത്മജ വേണുഗോപാൽ പറഞ്ഞത്. എന്തായാലും ഈ ഇലക്ഷൻ കഴിയുന്നതോടുകൂടി കോൺഗ്രസിൽ നിന്നും BJP-യിലേക്ക് വലിയൊരു കുത്തൊഴുക്കുണ്ടാകും എന്ന് തന്നെ പത്മജ വേണുഗോപാൽ പറയുന്നു. അതായത് കേരളത്തിൽ ദീർഘകാലം കോൺഗ്രസിനെ നയിച്ചിരുന്ന ലീഡർ എന്ന് പറയപ്പെടുന്ന K കരുണാകരന്റെ മകളായ പത്മജ വേണുഗോപാലിന് കോൺഗ്രസിനകത്ത് ഇതാണ് അനുഭവമെങ്കിൽ സാധാരണ ഒരു കോൺഗ്രസ് പ്രവർത്തകനോ അല്ലെങ്കിൽ കോൺഗ്രസ് അനുഭാവിക്കോ എന്തായിരിക്കും ഉണ്ടാകാൻ പോകുക എന്നുള്ളത് സാധാരണ കോൺഗ്രസ്സുകാർ നന്നായി മനസ്സിലാക്കിയിരിക്കുന്നു. അതുകൊണ്ട് ഈ ഇലക്ഷൻ കഴിയുന്നതിന് മുമ്പോ അഥവാ ഇലക്ഷന് ശേഷമോ കോൺഗ്രസിൽ നിന്നും BJP എന്ന ദേശീയ പ്രസ്ഥാനത്തിലേക്ക് വലിയൊരു കുത്തൊഴുക്കുണ്ടാകും. അത് തൻ്റെ കൂടെ നിന്ന ആളുകൾ തന്നെയാകും എന്ന് തന്നെയാണ് പത്മജ വേണുഗോപാൽ എടുത്തു പറഞ്ഞത്. സുരേഷ് ഗോപി വ്യക്തമായ ഭൂരിപക്ഷത്തോടുകൂടി തൃശ്ശൂരിൽ നിന്നും വിജയിക്കും എന്നുകൂടി പത്മജ വേണുഗോപാൽ എടുത്തു പറയുന്നു. തൃശ്ശൂരിൽ അല്ലെങ്കിൽ കേരളത്തിൽ BJP-യുടെ ചരിത്ര നേട്ടം തന്നെയായിരിക്കും. കേരളത്തിൽ നിന്നും ആദ്യമായി ഒരു ലോകസഭാംഗം ജയിക്കാൻ പോകുന്നത് തൃശ്ശൂരിൽ നിന്നായിരിക്കും. തൃശ്ശൂരിൽ നിന്ന് മാത്രമല്ല
കേരളത്തിൽ നിന്നും നിരവധി BJP-ക്കാർ ഈ കുറി പാർലമെന്റിലേക്ക് എത്തും എന്ന് തന്നെയാണ് പത്മജ വേണുഗോപാൽ പറഞ്ഞത്. പത്മജ വേണുഗോപാൽ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിന്റെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം. സുരേഷ് ഗോപി നന്നായിട്ട് മുന്നിലേക്ക് വന്നിട്ടുണ്ട്. കാരണം ഞാനിപ്പോൾ ഇന്നലെ ഇരിഞ്ഞാലക്കുടയായിരുന്നു, തൃശ്ശൂർ മണ്ഡലത്തിൻ്റെ. അവിടെയൊക്കെ വളരെയധികം സ്ത്രീകളുടെ ഒരു സാന്നിധ്യം എനിക്ക് കാണാൻ പറ്റുന്നുണ്ട്. സ്ത്രീകളാണ് കൂടുതലെന്ന് എനിക്ക് തോന്നിയത് സത്യം പറഞ്ഞാൽ. പിന്നെ അവർക്കൊരു ആവേശവും ഈ ഇലക്ഷനിൽ കാണാനുണ്ട്. ഒരു ഇലക്ഷനിലും ഇല്ലാത്തൊരു ആവേശം കാണാനുണ്ട്. അതൊരു നല്ല ലക്ഷണമായിട്ടാണ് എനിക്ക് തോന്നിയത്. ഈ കോൺഗ്രസിൽ നിന്ന് കൂടുതൽ ആളുകൾ വരുന്ന ഒരു സ്ഥിതി ഉണ്ടോ? അപ്പം എന്താണ് അതിന്റെ പൊസിഷൻ? ഉണ്ടോ? ഇഷ്ടംമാതിരി ആൾക്കാർ. അതേമാതിരി അവർ ചിലവരൊക്കെ എനിക്ക് തോന്നുന്നത് ചിലപ്പോൾ ഇലക്ഷൻ കഴിഞ്ഞിട്ടായിരിക്കാം. കാരണം ഞാനിങ്ങനെ പോയപ്പം കെ കരുണാകരൻ്റെ മകൾക്ക് കോൺഗ്രസ്സിൽ ഇതാണ് സ്ഥിതിയെങ്കിൽ കോൺഗ്രസ് ഉണ്ടാക്കിയ ആളുടെ മകൾക്ക്, അപ്പം അതുകൊണ്ട് പിന്നെ ഞങ്ങൾക്ക് എന്തിനാ ഇനി വേറെ ആലോചിക്കണ്ടേ എന്നുള്ളൊരു ധൈര്യം പലർക്കും കിട്ടിയിട്ടുണ്ട്. അത് പലരോടും സംസാരിച്ചപ്പോൾ എനിക്ക് തോന്നുന്നു ഇലക്ഷൻ കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ ഒരു ഒഴുക്കുണ്ടാവും കോൺഗ്രസ് BJP-യിലേക്ക്. കെ മുരളീധരന്റെ സ്ഥിതി എന്താ ഇവിടെ തൃശ്ശൂരിൽ? ഞാൻ എൻ്റെ ഒരു സഹോദരൻ എന്നുള്ള നിലയ്ക്ക് മാത്രമേ ഞാൻ അന്വേഷിച്ചിട്ടുള്ളൂ. ഞാനൊരു എതിർ കാൻഡിഡേറ്റ് എന്നുള്ള രീതിയിൽ ഞാനൊരു അന്വേഷണം നടത്തിയിട്ടില്ല. പക്ഷേ എനിക്ക് തോന്നുന്നത് എനിക്ക് സംഭവിച്ചു തന്നെ അദ്ദേഹത്തിന് തൃശ്ശൂർ സംഭവിക്കും. കാരണം എന്നെ ഏറ്റവും ദ്രോഹിച്ച ആൾക്കാരാണ് അദ്ദേഹത്തിൻ്റെ കൂടെ നടക്കണത് ഞാൻ കണ്ടത്. അപ്പോൾ എനിക്ക് ഒരു ഹോപ്പും തോന്നുന്നില്ല അദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ. വേറൊന്നുണ്ട്, അദ്ദേഹം മിടുക്കനാണെന്ന് എല്ലാവരും പറഞ്ഞൊക്കെ ശരിയാണ്. പക്ഷെ ഒരാൾക്ക് മാത്രമായിട്ട് ഇത് ഇലക്ഷൻ നടത്താൻ പറ്റില്ലല്ലോ. തീർച്ചയായിട്ടും. കാരണം അവർക്ക് അവരുടെ പ്രാധാന്യം എവിടെ പോണോ അവിടെ അതിന് വരുന്ന ആളെ അവർ, കാരണം കെ മുരളീധരനൊരു രീതിയുണ്ട്. അദ്ദേഹം ഇവിടെ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇവിടെ ഇപ്പോഴത്തെ സമവാക്യങ്ങളെല്ലാം മാറും. അത് അവർക്ക് സഹിക്കാൻ പറ്റില്ല. അത് തന്നെയായിരുന്നു എൻ്റെ അടുത്തും ചെയ്തത്. അപ്പോൾ ഞാനിങ്ങനെ വാച്ച് ചെയ്യുന്നുണ്ട് അത്. കാരണം എന്നോട് ചെയ്ത അതേ രീതിയിൽ ഒരു വ്യത്യാസവും ഇല്ല. ഇതൊക്കെ ഞാൻ അദ്ദേഹത്തിനോട് അന്ന് പറഞ്ഞു കൊടുത്തിട്ടുള്ള കാര്യം. അതുകൊണ്ട് ഞാൻ എപ്പോഴും പറയായിരുന്നു ഇവിടെ ചതിയുണ്ട്, എവിടെയോ ഇവിടെ വരരുത് എന്ന് ഞാൻ അന്ന് എൻ്റെ അടുത്ത് മിണ്ടുന്ന സമയത്ത് ഞാൻ പറഞ്ഞിരുന്നു. അപ്പം അന്ന് അദ്ദേഹം പറഞ്ഞത് എനിക്ക് വരാൻ താല്പര്യമില്ല, നിന്നെ തോപ്പിച്ചു, അച്ഛനെ തോപ്പിച്ചു, എന്നെ തോപ്പിച്ചു. അപ്പം ഞാൻ പറഞ്ഞു ഞാനിപ്പോൾ എൻ്റെ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ ഞാൻ ജനങ്ങളുടെ മനസ്സ് ഞാൻ കീഴടക്കിയിട്ടാണ് എനിക്ക് ഈ 900 വോട്ടിൻ്റെ ഇത് കിട്ടിയത്. ജനങ്ങളെ എനിക്ക് കുറ്റം പറയാൻ പറ്റില്ല. കുറേ കോൺഗ്രസ്സുകാരുണ്ട് ഇതിനായിട്ട് ഇറങ്ങിയിട്ടില്ല. ഇവിടെ ഒരു കോക്കസാണ്. അതിൽ അവർ എല്ലാം കൂടി വീതിച്ചെടുക്കുക, അവരുടെ ആൾക്കാർക്ക് കൊടുക്കുക, വേറെ ആരും എടുപ്പിക്കില്ല. പണിയെടുക്കുന്നവർക്ക് യാതൊരു കാര്യവും പാർട്ടിയിലില്ല. എന്നെ സഹായിച്ച ആൾക്കാരെ ഒരാളെയും ഞാൻ കെ മുരളീധരൻ്റെ കൂടെ കണ്ടില്ല. പക്ഷെ എന്നെ ദ്രോഹിച്ച എല്ലാവരും ഞാൻ കണ്ടു. അവർ ഇങ്ങനെ അദ്ദേഹത്തിനെ വിടാണ്ട് പിടിച്ചിട്ടുണ്ട്. പക്ഷെ അദ്ദേഹം അങ്ങനെ എന്താ പറയണ്ട, അങ്ങനെ അദ്ദേഹത്തെ പറ്റിക്കാൻ പറ്റുമോയെന്ന് എനിക്കറിയില്ല. അദ്ദേഹം മനസ്സിലാക്കി തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ ഒരു ഇതിൻ്റെ ഉള്ളിൽ അങ്ങോട്ട് തളച്ചിട്ടിരിക്കുകയാണ്. അപ്പോൾ ആൾക്ക് തന്നെ പറ്റുന്ന മാതിരി വർക്ക് ചെയ്യണമൊക്കെ ഉണ്ട്. അത് പോരാ. പക്ഷെ ഒരിക്കലും എനിക്കൊരു പ്രതീക്ഷയില്ല അദ്ദേഹം ഇവിടുന്ന് ജയിക്കും എന്നുള്ളത്. തൃശ്ശൂരിൽ ചരിത്രം ആവർത്തിക്കും. കെ കരുണാകരന്റെ കുടുംബത്തിൻ്റെ ചരിത്രം ഇവിടെ ആവർത്തിക്കും. കെ കരുണാകരന്റെ കുടുംബത്തിനോടൊന്നും അങ്ങനെ ഒരു പ്രത്യേകിച്ച് ദേഷ്യമൊന്നും പലർക്കും ഇല്ല. ഞാനതിപ്പോൾ കഴിഞ്ഞ 5 കൊല്ലങ്ങളായിട്ട് ഞാൻ പല വീടുകളിലും അങ്ങനെ ഒരു ദേഷ്യമല്ല. പക്ഷെ ഇവിടെ കുറച്ച് കോൺഗ്രസ്സുകാരുണ്ട്. അവരെ ഇവിടുന്ന് പറഞ്ഞു വിടാണ്ട് ഒന്നിക്ക് ആകാശത്തേക്കോ റോക്കറ്റിലേക്കോ അല്ലെങ്കിൽ തിരിച്ചു വരാത്ത വിധം കയറ്റി വിട്ടാൽ ഇവിടെ കോൺഗ്രസ് ജയിക്കും.